ജനമിത്ര അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്ത് ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള പാസ്വേഡ് യൂസർ ഐ ഡി നൽകുമ്പോൾ ഇൻവാലിഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ ലിങ്ക് റിഫ്രഷ് ചെയ്തതിനു ശേഷം ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമിന്റെ സ്ഥാനത്ത് ഹാൾ ടിക്കറ്റിൽ നൽകിയിട്ടുള്ള അപേക്ഷകന്റെ മൊബൈൽ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ സർവർ നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഇൻവാലിഡ് പാസ്വേഡ് എന്ന് കാണിച്ച് പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് മുകളിൽ കൊടുത്തിട്ടുള്ള ന്യൂ എൻട്രി ഫോം ക്ലിക്ക് ചെയ്ത് ഗൂഗിൾ ഫോം ഫിൽ ചെയ്താൽ ഇങ്ങനെയുള്ളവർക്ക് മാർച്ച് 6, 7, 8 തീയതികൾ വീണ്ടും ഒരു അവസരം കൂടി ലഭിക്കുന്നതാണ്. അതിന് ശേഷം മാത്രമേ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കൂ എന്നാണ് പറയുന്നത്. എന്നാൽ തന്നെയും ദിവസം ഇടുന്ന ലിസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കേണ്ടതാണ്. പിന്നെ താങ്കൾക്ക് എന്തെങ്കിലും പരാതികളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പർ വാട്സപ്പ് അയക്കാനാണ് പറയുന്നത്. അപ്പോഴെല്ലാവരും മനസ്സിലായല്ലോ, യൂസർ നെയിമിന്റെ സ്ഥാനത്ത് മൊബൈൽ നമ്പർ കൊടുക്കുക, പാസ്വേഡ് ആ ഹാൾ ടിക്കറ്റിലുള്ള പാസ്വേഡ് കൊടുത്ത് കയറുക, റിഫ്രഷ് കൊടുത്ത് വേണം കയറാൻ. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നമ്പറിലൊന്ന് അറിയിക്കാനാണ് പറയുന്നത്.